ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഗോതമ്പായിട്ട് ഒരു പായസം വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്മയാണ് വെക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഗോതമ്പിൻ്റെ പായസം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കി അതിൻ്റെ ഉമ്മയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. കുറച്ച് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഗോതമ്പൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ കുതിർന്നൊക്കെ കഴിഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. 1-2 വട്ടം കഴുകി എടുക്കണ്ടേ. ഇത് കണ്ടോ, കുറച്ച് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതും വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ കുതിരാൻ. അപ്പോൾ ഇത് പായസം ഉണ്ടാക്കാൻ നേരത്ത് അരച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് വേവിക്കാൻ വെക്കട്ടോ. അപ്പോൾ കുക്കറിലാണ് വേവിക്കണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് ഗ്യാസിൽ വെക്കാം. ഇനി നമുക്ക് പായസത്തിന് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് തേങ്ങാപ്പാൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന് വേണ്ടിങ്ങാണ്ട് ഇപ്പോൾ ഞാൻ 2 തേങ്ങ പൊളിച്ചെടുത്തു കേട്ടോ. ഇനി തേങ്ങ പൊട്ടിച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ 1.5 തേങ്ങ എടുത്തിട്ടുള്ളൂ, 2 മുഴുവനും എടുത്തിട്ടില്ലേ. ഇനി ഈ തേങ്ങ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കറക്കി അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 7 അച്ച് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അത്. ഈ മിക്സീൻ്റെ ജാറിലുള്ളത് നേരത്തെ അരി കുതിർത്തിയത് കാണിച്ചു തന്നിട്ടില്ലേ ഇന്നു, പച്ചരി, അത് അരച്ചതാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കൊന്ന് കുത്തി എടുക്കണ്ടേ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുത്തി വെച്ച ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരി അരച്ചതാണ് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേവിച്ച് വെച്ച ഗോതമ്പും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എളുപ്പം അടി പിടിക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കുറച്ച് പശുമ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യൊന്ന് ഉരുകോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടോ. ഇതിനിവിടെ കുലാവി എന്നും പറയൂ കേട്ടോ. ഇവിടെ ഈ പായസം ചെറിയ പെരുന്നാക്കാണ് കേട്ടോ അധികേറും ഉണ്ടാക്കൽ.
അപ്പോൾ ഇനി ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ. തുമ്പി സ്കൂൾ വിട്ട് വരാൻ സമയമായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തുമ്പിനെ കാത്ത് നിൽക്കുകയാണ് ഇവിടെ. രാവിലെ സ്കൂൾക്ക് പറഞ്ഞയച്ച കോലത്തിലൊന്നും ആവില്ല കേട്ടോ. തിരിച്ചു വരുമ്പോൾ രാവിലെ മുടിയൊക്കെ കെട്ടി കൊടുക്കണ വേറെ സ്റ്റൈലും തിരിച്ചു വരുമ്പോൾ വേറെ സ്റ്റൈലിലൊക്കെ ഇരിക്കാറ്. അപ്പം ഇന്ന് സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. കളിച്ചതും പഠിച്ചതും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടേ. പായസം കണ്ടപ്പോൾ അപ്പം തന്നെ പായസം വേണമെന്നൊക്കെ പറഞ്ഞ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബൈ.